നമസ്കാരം. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുള്ള പ്രചാരണങ്ങൾ തടയാൻ കേരള പോലീസ്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പാണ് എന്ന രീതിയിൽ വ്യാജ പ്രചരണം നടത്തിയതിന് സംസ്ഥാനത്ത് 12 കേസുകൾ രജിസ്റ്റർ ചെയ്തതായി പോലീസ് അറിയിച്ചു. പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും സമൂഹത്തിൽ വേർതിരിവും സ്പർദ്ധയും സംഘർഷവും വിദ്വേഷവും ഉണ്ടാക്കാനുള്ള ഉദ്ദേശത്തോടെ വാർത്ത പ്രചരിപ്പിച്ചതിനാണ് കേസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചരണങ്ങൾ തടയുന്നതിനായി സോഷ്യൽ മീഡിയ നിരീക്ഷണ സംഘങ്ങളെ രൂപീകരിച്ചിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. സംസ്ഥാന തലത്തിലും വിവിധ റേഞ്ചുകളിലും ജില്ലകളിലുമായിട്ടാണ് നിരീക്ഷണ സംഘങ്ങൾ രൂപീകരിച്ചിട്ടുള്ളത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പാണെന്ന വ്യാജ വാർത്ത നൽകിയ വെനീസ് TV എന്റർടൈൻമെന്റ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഉടമയ്ക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആലപ്പുഴ സൗത്ത് പോലീസാണ് യൂട്യൂബ് ചാനലിനെതിരെ കേസെടുത്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബാലറ്റ് പേപ്പറിലൂടെ നടത്തണം എന്ന ക്യാമ്പയിനാണ് ചാനൽ ഉടമ നടത്തിയത്. സമൂഹത്തിൽ വേർതിരിവും സ്പർദ്ധയും സംഘർഷവും ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ ചാനലിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് വ്യാജ വാർത്ത പ്രചരിപ്പിച്ചതിനാണ് കേസെന്ന് പോലീസ് പറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സമൂഹമാധ്യമങ്ങൾ നിരീക്ഷിക്കുന്നതിനായി എല്ലാ മേഖലകളിലും ജില്ലകളിലും രൂപീകരിച്ച നിരീക്ഷണ സംഘങ്ങൾ സോഷ്യൽ മീഡിയയിൽ പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങൾ ലംഘിക്കുന്ന തരത്തിലുള്ള സമൂഹമാധ്യമ ഇടപെടലുകളെക്കുറിച്ച് പോലീസ് സോഷ്യൽ മീഡിയ നിരീക്ഷണ സംഘങ്ങൾക്ക് വാട്സപ്പ് നമ്പറിലൂടെ വിവരം നൽകാൻ കഴിയും. കേരള പോലീസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പാണെന്ന രീതിയിൽ വ്യാജ പ്രചരണം നടത്തിയതിന് സംസ്ഥാനത്ത് 12 കേസുകൾ രജിസ്റ്റർ ചെയ്തു. മലപ്പുറം, എറണാകുളം സിറ്റി, തൃശൂർ സിറ്റി എന്നിവിടങ്ങളിൽ 2 വീതവും, തിരുവനന്തപുരം റൂറൽ, കൊല്ലം സിറ്റി, പത്തനംതിട്ട, ആലപ്പുഴ, പാലക്കാട്, ഇടുക്കി ജില്ലകളിൽ 1 വീതം കേസാണ് രജിസ്റ്റർ ചെയ്തത്. പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും സമൂഹത്തിൽ വേർതിരിവും സ്പർദ്ധയും സംഘർഷവും വിദ്വേഷവും ഉണ്ടാക്കാനുള്ള ഉദ്ദേശത്തോടെ വ്യാജ വാർത്ത പ്രചരിപ്പിച്ചതിനാണ് കേസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വിവിധ സമൂഹമാധ്യമങ്ങൾ നിരീക്ഷിക്കുന്നതിനായി സംസ്ഥാന തലത്തിലും വിവിധ റേഞ്ചുകളിലും ജില്ലകളിലും രൂപീകരിച്ച സോഷ്യൽ മീഡിയ നിരീക്ഷണ സംഘങ്ങൾ സോഷ്യൽ മീഡിയയിൽ പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങൾ ലംഘിക്കുന്ന തരത്തിലുള്ള സമൂഹമാധ്യമ ഇടപെടലുകളെക്കുറിച്ച് പോലീസ് സോഷ്യൽ മീഡിയ നിരീക്ഷണ സംഘങ്ങൾക്ക് താഴെ പറയുന്ന വാട്സപ്പ് നമ്പറിലൂടെ വിവരം നൽകാം. സൈബർ ഹെഡ്ക്വാർട്ടേഴ്സ് നമ്പർ 9497942700 9497942700. അതേസമയം 26-ാം തീയതി കേരളത്തിൽ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സജ്ജമാകാനൊരുങ്ങി വിവിധ മണ്ഡലങ്ങൾ. നടപടിക്രമങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വിതരണം കഴിഞ്ഞ ദിവസം ആരംഭിച്ചു. വിവിധ ജില്ലകളിലെ നിയമസഭാ മണ്ഡലങ്ങളിലേക്കായി നിരവധി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ നൽകി. ഒരു EVM യൂണിറ്റിൽ കൺട്രോൾ യൂണിറ്റ്, ബാലറ്റ് യൂണിറ്റ്, VVPAT എന്നിവയാണ് ഉണ്ടാവുക. വിവിധ മേഖലകളിൽ ഇപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൻ്റെയും മറ്റ് സജ്ജീകരണങ്ങളുടെയും ഒക്കെ വിതരണം പുരോഗമിക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഓരോ മണ്ഡലത്തിലെയും ആവശ്യകത കണക്കാക്കി അടിയന്തര സാഹചര്യത്തിൽ ഉപയോഗിക്കുന്നതിനുള്ള നിശ്ചിത എണ്ണം VVPATകൾ മുൻകരുതൽ എന്ന നിലയ്ക്ക് നൽകിയിട്ടുമുണ്ട്.